നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാജ്യങ്ങളിൽ കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. താപനില ഉയർന്നു നിൽക്കുന്ന ഈ സമയത്ത് തന്നെ UAEക്ക് ആശ്വാസമേകി വിവിധ ഇടങ്ങളിൽ മഴ പെയ്തു. ഈ ആഴ്ച അവസാനത്തോടെ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ നേരിയ മഴ പ്രതീക്ഷിക്കുന്നതായി നാഷണൽ സെന്റർ ഓഫ് മെറ്റിയോറോളജിയിലെ ഡോക്ടർ അഹമ്മദ് ഹബീബ് പ്രവചിച്ചിരുന്നു. അബുദാബി, ഫുജൈറ, ഷാർജ സിറ്റി, ഖോർഫക്കാൻ, കൽബ, റാസ് അൽ ഖൈമ എന്നിവിടങ്ങളിലാണ് ശനിയാഴ്ച ആലിപ്പഴത്തോടെ മഴ പെയ്തതെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. പലയിടത്തും പ്രത്യേകിച്ച് രാജ്യത്തിന്റെ കിഴക്ക് ഭാഗത്ത് കാലാവസ്ഥാ കേന്ദ്രം ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. മഴയുള്ളപ്പോൾ വാഹനം ഓടിക്കുന്നത് ജാഗ്രതയോടെ വേണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. മാറുന്ന വേഗപരിധി ശ്രദ്ധിക്കണമെന്നും വേണ്ടത്ര അകലം പാലിച്ചു വേണം വാഹനം ഓടിക്കാനെന്നും പോലീസ് താമസക്കാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കാറ്റും മഴയും ശക്തമാകുന്ന വീഡിയോയും പോലീസ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. കൽബയിൽ നിന്നുള്ള വീഡിയോയിൽ ശക്തമായ കാറ്റിനൊപ്പം ആലിപ്പഴ വർഷവും മസാഫിയിൽ മഴ മൂലം പെട്ടെന്ന് രൂപപ്പെട്ട വെള്ളച്ചാട്ടവും കാണാം. കൽബയിലെ ആലിപ്പഴ വർഷവും പോലീസ് ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചിരുന്നു. അതിനിടെ ഖോർഫക്കാനിലെ ചില താമസക്കാർ കനത്ത വെള്ളക്കെട്ടും മഴയുമെല്ലാം ക്യാമറയിൽ പകർത്തുന്ന ദൃശ്യങ്ങളും കനത്ത മഴയിൽ അമിത വേഗതയിൽ പോകുന്ന വാഹനങ്ങളുടെ ദൃശ്യങ്ങളും അധികൃതർ പുറത്തുവിട്ടിരുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തരുതെന്നും സുരക്ഷയ്ക്ക് വിഘാതമാകുന്ന പ്രവർത്തനങ്ങൾക്ക് കനത്ത പിഴ ഈടാക്കുമെന്നും കഴിഞ്ഞ ദിവസമാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയത്. ഒമാന്റെ മിക്ക ഭാഗങ്ങളിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. തിങ്കളാഴ്ച വരെ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ദോഫാർ ഗവർണറേറ്റിലെ തീരപ്രദേശങ്ങളിലും പർവ്വത മേഖലകളിലും മഴയുണ്ടാകും. അൽ ദാഖിലിയ, മസ്കറ്റ് ഗവർണറേറ്റുകളിലെ കിഴക്ക് മധ്യ ഹജർ പർവ്വതങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കാണ് സാധ്യത. നോർത്ത് സൗത്ത് അൽ ഷർഖിയകളിലെ ചില ഭാഗങ്ങളിൽ ഇടിയോടുകൂടിയ മഴയുണ്ടാകും. ദാഹിറ, ദാഖിലിയ, തെക്ക് വടക്ക് ഷർഖിയ, തെക്ക് വടക്ക് ബാദിന, ബുറൈമി എന്നിവിടങ്ങളിൽ ഞായറാഴ്ച വരെ മഴയുണ്ടാകും. ഇതുകാരണം പല നഗരങ്ങളിലും താപനില 40ഓളം ഡിഗ്രിയിലായിരിക്കുമെന്നും കാലാവസ്ഥാ അധികൃതർ അറിയിച്ചു. മഴയുള്ളപ്പോൾ വാഹനം ഓടിക്കുന്നവർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും വാദികളിലും മറ്റും ഇറങ്ങരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ സമയത്ത് അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാൻ പ്രവാസികൾ ശ്രദ്ധിക്കുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.